രാഷ്ട്രീയമായി ഞാൻ പറയുകയില്ല. മാർക്സിസ്റ്റ് പാർട്ടി പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇവിടെ ഉണ്ടാകും, മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരുണ്ടാകും. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുമായി AP അബൂബക്കർ മൗലവിക്കുള്ള ആ ഒരു ബന്ധം അത് വെച്ചിട്ട് അദ്ദേഹം ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കട്ടെ, എത്രത്തോളം പിണറായി വിജയൻ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു കേരള മാർച്ച് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടായിരുന്നു. ആ കേരള മാർച്ചിന് വലിയ ഒരു സ്വീകരണം തൃശ്ശൂർ ജില്ലയിലെ ആയിരക്കണക്കിന് ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും എല്ലാ ആളുകളും സംബന്ധിക്കുന്ന വലിയ ആയിരക്കണക്കിന് ആളുകളുടെ പരിപാടി. ആ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞത് ഒരു സഖാഫിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കുമോ? ആ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ സഖാഫിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും. ഞാൻ വായിച്ചു തരാം. ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയുന്നില്ല. ഇതിന്റെ പേരിൽ AP മാർക്സിസ്റ്റ് ആണ് എന്ന് പറയാനല്ല, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ കുറ്റം പറയാനല്ല. രാഷ്ട്രീയമായി മുസ്ലിം ലീഗിൽപ്പെട്ട ചില ആളുകൾ സമസ്തയുമായി ബന്ധം സ്ഥാപിച്ചു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ സമസ്തയെ ചിലർക്ക് ബന്ധമുള്ളത് കൊണ്ട്, ബാഫക്കി തങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ നേതാവായിരുന്നു, മുസ്ലിം ലീഗിന്റെ നായകനായിരുന്നു, സമസ്തയുടെ മുഷാവറ അംഗമല്ലേ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്ന പാണക്കാട് പൂക്കോയ തങ്ങൾ സമസ്തയുടെ മുഷാവറ അംഗമല്ലേ. ഇതൊക്കെ AP അബൂബക്കർ മൗലവിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് സമസ്ത ലീഗായിട്ടില്ലല്ലോ. അതേ സമയത്ത് നിങ്ങൾ ആലോചിക്കട്ടെ, ഞാൻ വായിച്ചു തരാം. എന്താ പറയുന്നത്? ചേലക്കര ന്യൂനപക്ഷങ്ങളുടെ രക്ഷക്ക് CPM മാത്രമേ ഉള്ളൂ എന്ന് സമകാലീന രാഷ്ട്രീയം തെളിയിച്ചതായി പ്രമുഖ മതപ്രഭാഷകൻ മുഹമ്മദ് സഖാഫി പറഞ്ഞു. കേരള മാർച്ചിനോടനുബന്ധിച്ച് ചേലക്കരയിൽ ചേർന്ന പൊതുയോഗത്തിൽ സ്വാഗതം പറയുകയായിരുന്നു സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മുഹമ്മദ് അലി സഖാഫി. കണ്ടോ? ദേശാഭിമാനി വാർത്തയാണത്, ദേശാഭിമാനി വാർത്തയാണ്. ഇടതുപക്ഷ സാംസ്കാരിക നായകന്മാരെ പേരിൽ ഒരു സംയുക്ത പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നപ്പോ അതിലും ഒരു സഖാഫിയെ കണ്ടു. ഇടതുപക്ഷ സാംസ്കാരിക നായകന്മാരിൽ ഒരു സഖാഫി വേണ്ട എന്ന് പറയുന്നില്ലല്ലോ. അത് ഇടതുപക്ഷത്തിന്റെ കുഴപ്പമോ സഖാഫിയുടെ കുഴപ്പമായിട്ടോ അല്ല പറയുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എപ്പോഴെങ്കിലും ഒരു അടിയപ്പടിയോ വാലാട്ടിയായിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കണം. അതിനുവേണ്ടി ഞാൻ സൂചിപ്പിക്കുന്നത്, രാഷ്ട്രീയമായി പറഞ്ഞ ധാരാളം പറയാനുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ നിന്ന് അകന്നുകൊണ്ട് നമ്മുടെ ഉലമാക്കൾ ആരും ജീവിച്ചിട്ടില്ല. അവരാരും നമ്മോട് പറഞ്ഞിട്ടുമില്ല. അവർ ദീനെ എവിടെ കണ്ടാലും തുറന്നവർ സംവദിക്കുന്ന ആളുകളാണ്, പറയുന്ന ആളുകളാണ്. അവർ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മതം മാറ്റി പറയുന്ന ആളുകളല്ല. അതേ സമയത്തോ ആരാ കളവ് പ്രചരിപ്പിക്കുന്നത്, ആരാ വഞ്ചന ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞങ്ങളെ ഭാഗത്തൊക്കെ വലിയ അറിയപ്പെട്ട മുദരിസ് എന്ന് പറഞ്ഞ നടക്കാറുണ്ട്. അവരെ വലിയ മുഫ്തിയാണ്, ധാരാളം ഫത്വ കൊടുക്കാൻ തയ്യാറുള്ള വ്യക്തിയാണ്. എത്രയും ഫത്വ അദ്ദേഹത്തിന് കൊടുക്കാം. ഇപ്പൊ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു, AP തന്നെ പിരിച്ചുവിട്ടു. സ്വന്തം മഹലത്ത് മുമ്പൊക്കെ ലീഗുകാരാ ദർശ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ ആളുകൾ സ്വന്തമായിട്ട് വലിയൊരു പള്ളി ഉണ്ടാക്കി അതിൽ വെച്ചൊരാൾ പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ട് എന്തിനാണ്? ആ വിഷയം വിശദീകരിക്കുകയല്ല. പക്ഷെ ഇയാളുടെ സ്വഭാവം എന്താ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്വാലിഹീങ്ങളെ കൊണ്ടുവന്ന് വിമർശിക്കുക. എത്രത്തോളം തത്വ നിർബന്ധമില്ല എന്ന് മലയാളത്തിൽ എഴുതി വെച്ച ഒരാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? AP അബൂബക്കർ മൗലവിയുടെ നേതൃത്വത്തിലുള്ള സമസ്ത, അവരുടെ സമസ്ത, ആ സമസ്തയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്ന പൊരുമളക്കാരൻ്റെ മുഫ്തി, അദ്ദേഹം വളരെ വ്യക്തമായി തത്വ നിർബന്ധമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തിൽ. ഇത് ഞാൻ പലതവണ പറഞ്ഞതാണല്ലോ. അഫ്ഗാനിൽ പലപ്പോഴും നാം എഴുതിയതാണല്ലോ. നാം സ്ഥിരമായി പറയാം. ഇപ്പോഴും തിരുത്തിയിട്ടില്ല. ഇപ്പോഴും അവരാരും തിരുത്തിയിട്ടില്ല. തത്വ നിർബന്ധമില്ല എന്ന. എങ്ങനെയാണ് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ എങ്ങനെ പഠിച്ചുപോയി? ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തതുകൊണ്ട് എന്നതുപോലെ ഇദ്ദേഹം ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇത്തഖുല്ലാഹ ഹഖ തുഖാതി, നിങ്ങൾ തഖ്വ ചെയ്യേണ്ടതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ ആയത്തങ്ങ് ഇറങ്ങിയപ്പോ സ്വഹാബത്ത് പൊട്ടിക്കരയാൻ തുടങ്ങി. നബിയെ, ഞങ്ങളെ കൊണ്ട് അർഹിക്കുന്ന രൂപത്തിൽ ആ തഖ്വയുടെ ഹഖ് പ്രകാരം തഖ്വ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? അവർ വേദനയോടെ കരഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വീണ്ടും ഒരു ആയത്ത് ഇറക്കി കൊടുക്കുന്നു. ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി എന്നുള്ള ആയത്ത്. ആ ആയത്തിൽ സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞപ്പോ വേദനിച്ചപ്പോ ഇത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ ആവതുപോലെ ചെയ്താൽ മതി, എന്നാലും ചെയ്യാതിരിക്കരുത്. എത്രയോ കഴിയാ? നബി തങ്ങളെ പോലെ സിദ്ദീഖ് തങ്ങൾക്ക് കഴിയില്ല. സിദ്ദീഖ് തങ്ങൾ അത്ര ഫാറൂഖ് തങ്ങൾക്ക് കഴിയില്ല. ഫാറൂഖ് തങ്ങൾ അത്ര ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് കഴിയില്ല. റളിയല്ലാഹു അൻഹും സ്വാലിഹീങ്ങളാകുന്ന ആളുകളെ തരത്ത് അങ്ങനെയാണ്. അതേ സമയത്ത് മുഅ്മിനാണോ? ഇത്തഖുല്ലാഹ മസ്തതഅതും, എത്രയാണോ നിങ്ങൾക്ക് അത്രയും തഖ്വ ചെയ്യണമെന്ന. എന്നാൽ അദ്ദേഹം മനസ്സിലാക്കി പോയി ഇത്തഖുല്ലാഹ മസ്തതഅതും, കഴിയുമെങ്കിൽ തഖ്വ ചെയ്താൽ മതി എന്ന്. എങ്ങനെയുണ്ട്? സാധിക്കുന്ന അത്ര ചെയ്യണമെന്നായതിന് കഴിയുമെങ്കിൽ ചെയ്താൽ മതി എന്ന ദുർവ്യാഖ്യാനം. സാക്ഷാൽ വിദഗ്ധകളെ പോലെ ദുർവ്യാഖ്യാനം. ഇത്തരം ആളുകളാ സുന്നികൾ എന്ന് പറഞ്ഞു നടക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ യമാനിയിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, യമാനിയെ വലിയ സന്ദേശമാക്കി എടുക്കേണ്ടത് മഹാനാകുന്ന ശംസുലമയുടെ
പിന്നിൽ അണിനിരക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് AP വിഭാഗത്തിന് പൊതുജനങ്ങളുടെ മുമ്പിൽ അംഗീകാരം ലഭിക്കാതെ പോയപ്പോ ഇപ്പോൾ അവർ പറയാൻ തുടങ്ങി ഞങ്ങൾ ശംസുലമയുടെ ആളുകളാണ് എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ശംസുലമയെ ഞങ്ങൾ ഇതുവരെ വിമർശിച്ചിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയപ്പോ ഉള്ളാൾ തങ്ങൾ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ശംസുലമ സെക്രട്ടറി ആയപ്പോ AP ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. കണ്ണിയത്ത് ശംസുലമയെ മരിച്ചു പോയപ്പോ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആയി, ജോയിന്റ് സെക്രട്ടറി ആയി എന്നല്ലാതെ മാറ്റമില്ല എന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകൾ വഞ്ചനാപരമായ സമീപനത്തിലൂടെ പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോ അവരെ ഇന്ന് വരെ മാറ്റി പറയാതെ തിരുത്തിക്കളയാതെ കിടക്കുന്ന ചില രേഖകൾ ഇവിടെയുണ്ട്. മഹാനാകുന്ന ശംസുലമയെ കുറിച്ച് AP അബൂബക്കർ മൗലവി ഒപ്പിട്ട് പുറത്തിറക്കിയ ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ തന്നെ എന്താ എഴുതിയത്? 8 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാക്താവായിരുന്നു PK അബൂബക്കർ മൗലവി എന്ന്. നിങ്ങൾ ആലോചിക്കണം. സിറാജ് പത്രത്തിൽ പരമ്പരയായി രേഖപ്പെടുത്തിയ ലേഖനം അത് പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നു. തൗഫീഖ് പബ്ലിക്കേഷൻ എന്ന് പറയുന്ന പബ്ലിക്കേഷന്റെ ചെയർമാൻ AP അബൂബക്കർ മൗലവി ഒപ്പിട്ടുകൊണ്ട് ആ പുസ്തകത്തിൽ എഴുതുന്നു. എന്താ പറയുന്നത്? PK അബൂബക്കർ മുസ്ലിയാർ 8 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാക്താവായിരുന്നു. അതേ സമയത്തോ ശൈഖുന പറഞ്ഞപ്പോഴോ ശൈഖുന ഈ ലോകത്തോട് വിട പറഞ്ഞതിന്റെ പിറ്റേ ദിവസം സിറാജ് പത്രത്തിൽ എഴുതി അവസാന നിമിഷം വരെ സുന്നി വിരുദ്ധർക്കെതിരെ അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. ഇത് അവർ തിരുത്തിയിട്ടുണ്ടോ? സാക്ഷാൽ വിദഗ്ധക്കാരെ പോലെ ആവശ്യത്തിന് കാര്യങ്ങൾ മാറ്റി പറയും. ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കാൻ വേണ്ടി അപകടകരമായ ചില അവസ്ഥകൾ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് മുജാഹിദ് പറഞ്ഞപ്പോ, ജമാഅത്തുകാരൻ പറഞ്ഞപ്പോ, വിദഗ്ധ കക്ഷികൾ പറഞ്ഞപ്പോ സാധാരണ ജനങ്ങൾ അതിൽ വഞ്ചിതാകില്ല. ആ ഒരു സമയത്ത് AP അബൂബക്കർ മൗലവി കാരന്തൂർ മർക്കസിന്റെ 23ാം വാർഷിക സമ്മേളനം നടത്തി. ആ 23ാം വാർഷിക സമ്മേളനം നടത്തിയപ്പോ അവർ തന്നെ വ്യക്തമായി പരസ്യമായി ലേഖനം എഴുതി. എന്താ? 23 കൊല്ലത്തെ പ്രവർത്തനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത അതേ പ്രവർത്തനം 23 കൊല്ലം കൊണ്ട് മർക്കസിന്റെ സെക്രട്ടറിയാകുന്ന AP അബൂബക്കർ മൗലവി നിർവഹിച്ചു. എന്നിട്ട് പറയുന്നു, AP അബൂബക്കർ മൗലവിയെ കുറിച്ച് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിനോട് തുല്യനാകാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് AP അബൂബക്കർ മൗലവി തന്നെയാണ് എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇയാൾ ആരാണ്, എവിടെയാണ് പോകൽ, എന്തൊക്കെയാണ് ചെയ്യൽ, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ അറിയുന്ന സമൂഹത്തോട് ഇയാളെ പോലെയാണ് നബിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കുമോ? നേരത്തെ വിദഗ്ധ കക്ഷികൾ പറഞ്ഞത് നബിത്തങ്ങൾ ഇവരെ പോലെയാണ് എന്ന, ഇവര് പറയുന്നതോ ഇവര് നബിത്തങ്ങൾ പോലെയാണ് എന്ന. സാക്ഷാൽ രണ്ടും ഒരേ വിധത്തിലേക്കാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത്. അതിലൊന്നും ഒരു സംശയവും വേണ്ട. അതിനുവേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, മുജാഹിദുകാരൻ സ്വാഭാവികമായി ജനങ്ങൾ അറുത്തിട്ടുണ്ട്, വെറുത്തിട്ടുണ്ട്. അവർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അതിനേക്കാൾ ഒരു മയപ്പെട്ട സ്വഭാവത്തോടെ ജമാഅത്തെ ഇസ്ലാമി പൂപ്പുഞ്ചിരിയുമായിട്ടല്ല നമ്മുടെ മുമ്പിലേക്ക് വന്നത്. പക്ഷേ അതിലും മുസ്ലിം ഉമ്മത്ത് പെടാതെ പോയപ്പോ പിന്നീട് കടന്നു വന്നവരാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ. അവർ താടി വെച്ച് തലകെട്ട് കെട്ടി തസ്ബീഹുമാലയുമായിട്ടാണ് വന്നത്. ഈ 3 വിഭാഗത്തിലും വഞ്ചിതരാകാൻ കേരളത്തിലെ സുന്നികളെ കിട്ടില്ല എന്ന് കണ്ടപ്പോ പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ സമസ്തയുടെ പേര് സ്വീകരിച്ച് ഒരു പ്രത്യേകമായ വിദഗ്ധ കക്ഷികൾ രംഗപ്രവേശം നടത്തിയതാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ബാക്കി വിഷയങ്ങൾ ആവശ്യമെങ്കിൽ വസ്തുനിഷ്ഠമായി, മാന്യമായി, സമാധാനപൂർണ്ണമായി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ സംശയം തീർത്തിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ചോദ്യം, 2 അവസ്ഥയും ഉള്ളപ്പോൾ